തമ്മിലേം കണ്ടിട്ട് വന്നതല്ലേ? എന്തോ ഉത്സാഹം ഇങ്ങനത്തെ കേൾക്കാനും കാണാനൊക്കെ അല്ലെ. സഹായം ചോദിച്ച് വിളിക്കുന്ന സ്ത്രീകളെ റൂമിലേക്ക് വിളിച്ചു കയറ്റുന്ന SVR എന്ന പരനാറി ചെറ്റ. ഇതാണ് എനിക്കെതിരെയുള്ള ആരോപണം. ഇതൊക്കെ ഇത്രേ ഉള്ളൂ. എന്റെ പേരും പറഞ്ഞിട്ട് ഒരു 4-5 വീഡിയോസ് അയാൾക്ക് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് മാത്രം. ഇതിന്റെ സത്യാവസ്ഥ എന്താ വെച്ചെങ്കില്, ഒരാഴ്ച മുമ്പ് ഈ പറഞ്ഞ വ്യക്തി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇയാൾ എന്നോട് പറഞ്ഞ് എന്നെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് നാട്ടിലേക്ക് കയറ്റി വിട്ടതാണ്, അതിനെതിരെ നിങ്ങളൊരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ എന്തിനാണ് കള്ളക്കേസിൽ കുടുക്കിയത് എന്ന് ചോദിക്കുമ്പോൾ ആള് പറഞ്ഞു 2000 ദിനാറ് മുടക്കിയിട്ടാണ് എന്നെ ഇങ്ങോട്ട് കയറ്റി വിട്ടത്. ഞാൻ എന്താ ആ പിടിപ്പിച്ച ആൾക്ക് ഓളം ഇല്ലേ, നിങ്ങൾക്ക് വേണ്ടി 2000 ദിനാറൊക്കെ മുടക്കാൻ വേണ്ടിയിട്ട് അവനാണ് തല്ലേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ ഒന്ന് പോയി എന്ന് പറഞ്ഞ് ഞാൻ ഫോണിട്ട് ചെയ്ത് എന്റെ ഇയാൾ കുറെ ഞാൻ ആരാണെന്നറിയോ, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വെല്ലുവിളികളൊക്കെ ആയിട്ടുള്ള കുറെ വോയിസ് ക്ലിപ്പ്. ഞാൻ പറഞ്ഞു പോയി പണിയൊക്കെ ബൈ എന്ന് പറഞ്ഞു. അതിന്റെ ശേഷം ഇയാള് എനിക്കെതിരെ വീണ്ടും 2-3-4 വീഡിയോ ഇട്ട്. ഇന്നലെ ഞാൻ നാട്ടിലെ സൈബർ സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് എന്നോട് അഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇയാൾക്കൊന്ന് മൂപ്പിച്ചു കൊടുത്ത് നോക്കി, നിങ്ങളുടെ അഡ്രസ്സ് വിട്ട് എനിക്ക് അങ്ങോട്ട് വരാൻ വേണ്ടിയിരുന്നു. ഇയാൾ അഡ്രസ്സ് തരുന്നില്ല. അവസാനം ഞാൻ കണ്ടെത്തി പാസ്പോർട്ട് കോപ്പി എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ സൈബർ സെല്ലിൽ അതിന്റെ പരാതിയും കാര്യങ്ങൾ കൊടുത്തിട്ടായിട്ട് എന്നോട് പറഞ്ഞ് തെറിയെന്നും പറഞ്ഞിട്ട് വീഡിയോ ചെയ്യരുത്, നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ അവർക്കൊരു വിശദീകരണം എനിക്ക് കൊടുക്കാം, ഇങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അതിന്റെ അനുമതിയോട് കൂടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുള്ളത്. അപ്പൊ വീണ്ടും അയാൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ. കുവൈറ്റ് ഗവൺമെന്റ് അച്ചടിക്കുന്ന ന്യൂസുകളും പല പല ഗ്രൂപ്പുകളും അച്ചടിക്കുന്ന ന്യൂസുകളും അത് എല്ലാം കൂടി എടുത്തിട്ട് ഇവൻ വലിയ ആളെ പോലെ ഏതാണ്ട് SVR ഏതാണ്ട് അതെ, കുവൈത്ത് ഗവൺമെന്റും അതുപോലെ തന്നെ സംഘടനക്കാർ അവരൊക്കെ നടത്തുന്ന പ്രോഗ്രാമും കാര്യങ്ങളും അതിന്റെ ഒക്കെയാണ് ഇൻഫർമേഷൻ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നുള്ളത്. പിന്നെ അല്ലാതെ നിങ്ങൾ പറയുന്നത് ഞാൻ കൊടുക്കേണ്ടത്. പിന്നെ ഇയാളെ പിടിച്ച എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞെങ്കിൽ, ഇയാൾ വെള്ളം അടിച്ചിട്ട് റോട്ടിലിറങ്ങിയ സമയത്ത് അവിടെ പോലീസ് വന്ന സമയത്ത് ഇയാളെ സ്മെല്ല് ചെയ്തേക്കുമ്പോൾ ഇയാൾ വെള്ളം അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാളോട് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഇയാളെന്തോ തോന്നിയാസം അങ്ങോട്ട് പറഞ്ഞ് വെള്ളത്തിന്റെ മുകളിൽ നേരെ അയാളെ റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ ഉണ്ടായ 1-2 കുപ്പിയും പിടിച്ചിട്ട് നേരെ കൊണ്ടുപോയി ഡീപ്പോർട്ട് ചെയ്ത്. അത്രമാത്രം. പിന്നെ ഇയാളൊക്കെ പൈസ മുടക്കിയിട്ട് നാട്ടിലേക്ക് കയറ്റി വിട്ടിട്ട് ആർക്ക് എന്ത് കിട്ടാന്? ഞാൻ പിന്നെ ഈ ഒരു വ്യക്തിക്ക് ഇത്രേ വില കൽപ്പിച്ചിട്ടുള്ളൂ. അതാണ് ഞാനതിന് പ്രതികരിക്കാത്തതും. എനിക്ക് ഒരുപാട് ആൾക്കാർ കോള് വിളിച്ചിട്ടും മെസ്സഞ്ചർ വഴിയും ഒക്കെ ആൾക്കാർ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. സ്ത്രീകളുണ്ടാവും, പുരുഷന്മാരൊക്കെ ഉണ്ടാവാറുണ്ട്. അറിയുന്ന കാര്യമാണെങ്കിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്, അറിയാത്ത കാര്യം പറഞ്ഞു കൊടുക്കാറില്ല. ഒരുപാട് മെസ്സേജ് കാണാതെയും പോകാറുണ്ട്. നമുക്കിപ്പോൾ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പേജ്, ടിക്ടോക്ക് ഒരുപാട് മെസ്സഞ്ചർ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് വിട്ടുപോകുന്നുണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഇപ്പൊ ഞാൻ ഇതിന് മറുപടി കൊടുക്കണമെന്ന് വിചാരിച്ചതല്ല. പിന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവരൊക്കെ പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു മറുപടിയുമായിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് വന്നത്. അപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നന്ദി.